ശ്രീമദ് ഭാഗവതം ക്ലാസ് 89. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 27-ാമത്തെ അധ്യായമാണ്. ചണ്ഡവേഗന്റെ ആക്രമണവും കാലകന്യാ ചരിത്രം. അപ്പോൾ പുരഞ്ജനൻ എന്ന് പറയുന്ന ആത്മാവാണ്. അതിൻ്റെ ഭാര്യ പ്രകൃതി, പുരുഷനും പ്രകൃതി. ഭാര്യയായിട്ട് ഈ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അടിമയായിട്ടാണ്, ശരീരത്തിൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നീങ്ങുന്ന ഒരു ശക്തിവിശേഷമാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ്, പരമാത്മാവല്ല. നമ്മളെ നയിക്കുന്ന ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ശക്തിവിശേഷമാണ് ജീവാത്മാവ്. അപ്പം ശരീരം പത്നിയുമാണ്. അപ്പോൾ പത്നിയിൽ ആകൃഷ്ടരായിട്ട് ജീവാത്മാവ് അതിന് വിധേയമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അപ്പം ഇതിൽ ഒന്നിലെന്താണ് പറയുന്നത് നോക്കാം. അപ്പം ഈ പുരഞ്ജന പത്നി എന്ന് പറയുന്ന ഈ ശരീരം ഭർത്താവായ പുരഞ്ജനനെ ശൃംഗാര ചേഷ്ടകൾ കൊണ്ട് വിവശനാക്കിയിട്ട് അദ്ദേഹത്തെ വശത്താക്കി രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഈ സുഖം എല്ലാം ശരീര അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാമായിട്ടാണ് കിടക്കുന്നത്. മനസ്സും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പം ശരീരസുഖത്തിന് വേണ്ടിയാണ് ജീവാത്മാവ് താല്പര്യം കൊള്ളുന്നത്. അപ്പം ആ ജീവാത്മാവ് നമ്മെ നയിക്കുന്ന ആ പുരുഷ ശക്തി ഈ ശരീരത്തിന് വിധേയമായി, അല്ലെങ്കിൽ ആ ആ ആത്മാവിനെ ശരീരം വശത്താക്കി. പക്ഷേ ശരീരം എന്ന് പറയുന്നത് പുരഞ്ജന പത്നിയായിട്ട് എടുക്കുന്നു. അതിനെ വശത്താക്കിക്കൊണ്ട് ശൃംഗാര ചേഷ്ടകൾ കൊണ്ട് വശത്താക്കിക്കൊണ്ട് കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി, രമിക്കുന്നു. എന്നിട്ട് ഇനി 2 ഇപ്പം രാജാവ് എന്ത് ചെയ്തു? രാജ്ഞി ശരീരം തൻ്റെ എല്ലാ ചേഷ്ടകളും കാണിച്ച് തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വന്ന മാതിരി വന്നപ്പോൾ രാജാവ് നന്നായി കുളിച്ചിട്ട്, അപ്പം നന്നായി കുളിച്ചതിൻ്റെ ശേഷം ശോഭനമുഖിയായി വന്ന ആ ശരീര ശോഭനമുഖിയായി എല്ലാ സന്തോഷങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് വന്നപ്പോൾ, തൃപ്തിപ്പെടുത്തപ്പോൾ, ആ രാജാവിന് സംതൃപ്തിയായപ്പോൾ ആ രാജാവ് അവളെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശരീരസുഖത്തിന് വേണ്ടി ആ കിട്ടുന്ന സുഖമാണ് അതും അനുഭവിക്കുന്നത്, ഏത് ജീവാത്മാവ്. അപ്പോൾ ആ ശരീരമാണ് ആ ജീവാത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നത് എന്ന ചിന്തയിൽ ആ ജീവാത്മാവ് അവളെ അഭിനന്ദിച്ചു എന്ന് പറയുകയാണ്. ഇനി 3 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവളാൽ ആശ്ലിഷ്ടനായും അവളെയും ആശ്ലേഷിച്ചുകൊണ്ടും, അങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട്, അതായത് ജീവാത്മാവും ശരീരവും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ഏകാന്തതയിൽ മയക്കപ്പെട്ട ബുദ്ധിയോടുകൂടി, മനസ്സെന്താണ്? ആ മായയാൽ മയക്കപ്പെട്ടു. ബുദ്ധി അതിൽ വ്യാപരിച്ചിരിക്കുമ്പോൾ, ശരീര സുഖത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ ബുദ്ധി ശരിയായ നിലയിൽ പ്രവർത്തിക്കില്ല. ശരീരത്തിൻ്റെ സുഖത്തിൻ്റെ പിന്നാലെ നമ്മൾ മനസ്സ് പോകുമ്പോൾ, ജീവാത്മാവ് സഞ്ചരിക്കുമ്പോൾ ബുദ്ധി മയക്കപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ട്, മറ്റുള്ള ജ്ഞാനമല്ല, സ്ത്രീയാകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തോടുകൂടി പകലും രാത്രികളും എന്തായി കഴിഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞില്ല. രാത്രികളും പകലും, അതായത് അങ്ങനെ കുറേ കാലം
ഈ ശരീരം ജീവാത്മാവും ശരീരത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ നടന്നു പോകുമ്പോൾ സമയം എന്ത് പോകുന്നു, കാലം എന്ത് ചെയ്യുന്നു, കടന്നു പോവുകയാണ്. പക്ഷെ അതവരെ അറിയുന്നില്ല. ഇനി 4 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ യൗവനവാദം മുഴുത്തവരും. അപ്പം ആ പ്രായത്തിൽ, ആ യൗവന കാലത്ത് അതിൽ മതം മുഴുത്ത് ആ പുരഞ്ജനൻ അല്ലെങ്കിൽ ആ ജീവാത്മാവ് അത് മഹാമനസ്കനായ ജീവാത്മാവ് തന്നെയാണ്, വീരനുമാണ്. അപ്പോൾ വീരനുമായ ആ പുരഞ്ജനൻ വില കൂടിയ മെത്തയിൽ റാണിയുടെ കൈത്തണ്ടയെ എന്തുകൊണ്ട് കൈത്തണ്ട തലയണയാക്കിക്കൊണ്ട് കിടന്നു. ആ കാലങ്ങളിലെല്ലാം അവളെ തലയണയായിട്ട് അവളെ കൈയെ തലയണയാക്കിക്കൊണ്ട് കിടന്നുകൊണ്ട് ആ അവസരത്തിൽ അവൻ എന്താണ് ചിന്തിക്കുന്നത്? ഈ പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ, ആ പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഇത് തന്നെയാണ്. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്നതാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കണക്കാക്കിക്കൊണ്ട്, പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എല്ലാം ഉണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവൻ എന്താണ് ചിന്തിക്കുന്നത്? ഈ പരമമായ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ജീവിതം ഇങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി താൻ അതിൽ മുഴുകിക്കൊണ്ട് ജീവാത്മാവ് കഴിയുന്നു എന്നവരെ അജ്ഞാനാന്ധകരത്തിൽപ്പെട്ടുകൊണ്ട് അങ്ങനെ അവൻ കഴിഞ്ഞുകൂടുമ്പോൾ അവനെന്താണ്? അജ്ഞാനിയാണ്, അന്ധകാരത്തിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത്. എല്ലാ പുരുഷാർത്ഥങ്ങളിലും അവൻ അതിലാണ് ആ സമയത്ത്. ഇപ്പം യൗവന മതം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ യൗവന കാലത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ആ സമയത്തുള്ള ചിന്തകൾ മുഴുവൻ എല്ലാ പുരുഷാർത്ഥങ്ങളിലും ഇതാണ് പ്രധാനം. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന നിലയിലേക്ക് മാറ്റി. അതാണ് അജ്ഞാനം എന്ന് പറഞ്ഞത്. അത് അജ്ഞാനമാണ്, അന്ധകാരത്തിലേക്ക് പതിക്കുന്നതാണ്. അതിൽ നിന്നും യഥാർത്ഥമായ തൻ്റെ ആ പുരുഷാർത്ഥങ്ങളെ മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. യഥാർത്ഥ പുരുഷാർത്ഥങ്ങളെ, പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥവും കാമവും അനുഭവിക്കുക, അതിൻ്റെ ശേഷം ജീവിത സാഫല്യം നേടിയിട്ട് മുക്തി നേടിപ്പോവുക. അതാണ് യഥാർത്ഥമായ ജ്ഞാനം. പക്ഷേ ആ ജ്ഞാനം അവന് അതിൻ്റെ ശരിയായ രൂപത്തെ, ആ പുരുഷാർത്ഥങ്ങളുടെ ശരിയായ രൂപത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ 5 പറയുന്നു, ഇപ്രകാരം കാമത്താൽ കേടുബാധിക്കുക എന്ന് പറഞ്ഞാൽ കാമം ആവശ്യം തന്നെയാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ. പക്ഷേ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അതിൽ നിന്ന് എന്തെങ്കിലും ധനം കിട്ടുന്നുണ്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഫലമായുള്ള കാമവും ജീവിതത്തിൽ ആവശ്യം തന്നെയാണ്. കുട്ടികളുണ്ടാകേണ്ട എല്ലാ ആവശ്യമുണ്ടെങ്കിൽ ഭാവി തലമുറ ഉണ്ടാകുള്ളൂ. അപ്പം അതിനനുസരിച്ച് പോകുന്നതിന് പകരം എല്ലാം ഇതായിട്ട് സങ്കല്പിച്ചിട്ട് ഇപ്രകാരം കാമത്തിൽ മാത്രം, അതുകൊണ്ടാണ് കേടുബാധിച്ച ചിത്തത്തോടുകൂടി അവൻ്റെ മനസ്സ് കേടുബാധിച്ചിരിക്കുകയാണ്. കാമത്തിന് അടിമപ്പെട്ടപ്പോൾ അവൻ്റെ ചിത്തം വന്നിരിക്കുകയാണ്. അങ്ങനെ അവളോടുകൂടി ലഭിക്കുന്ന അവൻ്റെ യൗവന പ്രായം കടന്നുപോയി. നേരത്തെ തന്നെ പറഞ്ഞു യൗവന മതം ബാധിച്ചെന്ന്. അപ്പോൾ അങ്ങനെ ആ യൗവനകാലം അവൻ കഴിച്ചു കൂട്ടിയപ്പോൾ ആ കാലം പെട്ടെന്ന് അവൻ അറിയാതെ തന്നെ കടന്നുപോയി. അങ്ങനെ ആ സാമപ്രാട്ടായ ആ പുരഞ്ജനൻ ആ യൗവന കാലത്ത് പുരഞ്ജനിയിൽ എന്തുണ്ടാക്കി? 1100 പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ അവൻ്റെ ആയുസ്സിൻ്റെ പകുതിയും കടന്നുപോയി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഇടയ്ക്ക് നിന്നുണ്ടായി 1100 പുത്രന്മാരും ജനിച്ചു. അപ്പോൾ അവനിലൂടെയാണ് കാലചക്രം പ്രപഞ്ചത്തിൽ പുത്രന്മാരെ പുതിയ തലമുറ ഉണ്ടാകുന്നത്. ഇനി 7 വെറും പുത്രന്മാരെ മാത്രമല്ല, അച്ഛനന്മമാർക്ക് നല്ല പേരുണ്ടാക്കി കൊടുക്കുന്ന 110 പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറയുക.
അതായത് അത്രയും നല്ല സ്വഭാവമുള്ള, കാരണം ഇയാൾ കുഴപ്പക്കാരൻ, ഇയാളുടെയാണ് പുതിയ തലമുറ ഉണ്ടാകേണ്ടതെങ്കിലും ഇത്തരത്തിലാണ് ഒരു കഥ വെച്ചിട്ട് പറയുന്നതാണ്. ഇയാളുടെ എന്ന് പറഞ്ഞാൽ പുരഞ്ജനും പുരഞ്ജനിയും ഒരു കഥാപാത്രത്തിലൂടെ ഭാവി തലമുറയെ പറ്റി പറയുകയാണ്. ഭാവി തലമുറയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ലോകത്തില് ഭാവി തലമുറ എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്ന കാര്യമാണ് ഈ കഥാപാത്രത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ യഥാർത്ഥ കഥാപാത്രത്തിലൂടെ ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങളെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി? ഒരു 110 നല്ല പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും അച്ഛനമ്മമാർക്ക് പേര് ഉയർത്തുന്ന, പ്രശസ്തി ഉണ്ടാക്കുന്ന മക്കൾ ജനിച്ചു എന്നെല്ലാം പറഞ്ഞു. എന്നിട്ടോ അവർ സൽസ്വഭാവവും ഔന്നത്യവും ചേർന്നവരായിരുന്നു എന്ന് കൂടി പറയുകയാണ്. അവരെല്ലാം നല്ല സ്വഭാവമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു കഥയാണെന്ന് ഓർക്കണം. പക്ഷെ കഥയിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് 8 പാഞ്ചാല ദേശാധിപനായ പുരഞ്ജനൻ, പാഞ്ചാല ദേശം എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെയാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്, നമ്മളെ ശരീരമല്ല. അതുകൊണ്ട് പാഞ്ചാല ദേശം ആ നിലയിൽ നമുക്കതിനെ കാണാം. അപ്പൊ എന്ത് ചെയ്തു? പിതാവിൻ്റെ വംശപരമ്പരയെ പുലർത്തിക്കൊണ്ടുപോകുന്ന, പിതാവിൻ്റെ വംശപരമ്പര ഉണ്ടാകുന്നത് ഈ പുത്രന്മാരിലൂടെയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു, ആ പുത്രന്മാരെ കൊണ്ട് അവർക്ക് യോജിച്ച ഭാര്യമാരെയും വധുക്കളെയും പുത്രിമാരെ കൊണ്ട് അവർക്ക് യോജിച്ച ഭർത്താക്കന്മാരെയും കണ്ടെത്തിയിട്ട് അവരെയും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ഒരു കഥയിലൂടെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? പ്രപഞ്ചം എങ്ങനെയാണ് വികസിച്ച് വരുന്നത്, മനുഷ്യവർഗങ്ങള് തലമുറ കഴിയുന്തോറും ഇവിടുത്തെ ജനപ്പെരുപ്പം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ടോ 9 അവരോരോരുത്തരും 100 കണക്കിന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചിട്ട് അങ്ങനെ പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് വേണം. ഇവരിലൂടെ പിന്നെ 100 എന്ന് കണക്കിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുത്രന്മാർ പെരുകി. അങ്ങനെയാണ് ഈ ലോകത്തിൽ ജനങ്ങൾ പെരുകി വന്നത്. ആദ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതങ്ങനെ പെരുകി വരും. ഇവരിലൂടെ പുരഞ്ജനന്റെ സന്താന പരമ്പര പാഞ്ചാല ദേശത്തിൽ നിറഞ്ഞു. അങ്ങനെയാണ് ഒരു ദേശത്തില് ആ ദേശം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയുന്നത്. അങ്ങനെ അവരിലൂടെ പുത്രന്മാരും പുത്രിമാരും എല്ലാം ഇങ്ങനെ തലമുറ വികസിച്ചപ്പോൾ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ ഭണ്ഡാരത്തിലും അതിൻ്റെ സമൃദ്ധിയിലും അദ്ദേഹത്തെ സേവിക്കുന്ന സേവക വൃന്ദങ്ങളിലും എല്ലാം അദ്ദേഹം മനസ്സ് അർപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയത്തിനും ഇന്ദ്രിയ സുഖത്തിനും ധനം നേടുന്നതിനും എല്ലാം താല്പര്യപ്പെട്ടുകൊണ്ട് അതിൽ ബന്ധിതരായിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി. അതായത് ഭൗതിക സുഖങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ബന്ധനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അങ്ങയെപ്പോലെ അദ്ദേഹവും. അങ്ങയെപ്പോലെ എന്ന് പറഞ്ഞാൽ ആരോടാണ് ഇത് പറയുന്നത്? പ്രാചീന ബർഹിസോട്. അങ്ങെന്താണോ ആഗ്രഹിച്ചത്, സുഖത്തിന്റെ പിന്നാലെയല്ലേ പോകാൻ ശ്രമിച്ചത്, അതേപോലെ തന്നെയാണ് ഈ ജീവാത്മാവ്. യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള ജീവാത്മാവിനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനെ വേർപ്പെടുത്തി ഒരു കഥയായിട്ട് അങ്ങേപോലെ തന്നെയാണ് അങ്ങും ഈ വഴിയിലൂട്ടിയാണ് പോകാൻ പോകുന്നത്. ഈ പറയുന്ന കഥയുടെ വഴിയിലൂട്ടിയാണ് പോകാൻ പോകുന്നത്. അങ്ങനെപ്പോലെ അദ്ദേഹവും നാനാ വിഷയങ്ങളെ ആശ്രയിച്ച് പല പല കാര്യങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ട് പല വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പലതരം യജ്ഞങ്ങൾ പശുഹിംസാത്മകമായ എന്ന് പറയുമ്പോൾ, പശു എന്ന് പറയുമ്പോൾ ഇലക്ട്രോണായിട്ട് കാണണം. അല്ലെങ്കിൽ അക്കാലത്തെ പശുവാണ് ഏറ്റവും വലിയ ധനം. ആ ധനത്തിൻ്റെ കച്ചവടത്തിലൂടെ എന്ന നിലയിൽ ഇവിടെ കാണിക്കാം. ധനത്തിന് വേണ്ടിയിട്ട് പലതരം, പശു എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ എല്ലാ പുതിയ പുതിയ വസ്തുക്കൾ, യജ്ഞങ്ങൾ നടത്തുന്നതിനാണ് പുതിയ പുതിയ വസ്തുക്കൾ
ഉൽപ്പാദിപ്പിക്കാം, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, പലതരം വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ പശുക്കൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തിൽ പശുക്കളാണ് ഏറ്റവും വലിയ ധനം. പശു എന്ന് പറയുമ്പോൾ എന്ത് പശു? പശു മാത്രമാണെന്നില്ല, നമ്മൾ ഈ പറയുന്ന പശു ആണെന്നില്ല, എല്ലാതരം മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും എല്ലാം അദ്ദേഹം പുതിയ പുതിയ സൃഷ്ടിച്ചുകൊണ്ട്, അതായത് അവയെല്ലാം പശുക്കളുടെയും കൃഷിയെല്ലാം വികസിപ്പിച്ചുകൊണ്ട് എന്ന നിലയിൽ തന്നെ കാണണം. ലോകം പുരോഗമിക്കുകയാണ്, മക്കളുടെ എണ്ണം കൂടി കൂടി വരികയാണ്, മക്കളെ പരമ്പര വർദ്ധിക്കുകയാണ്, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുകയാണ്. അപ്പോൾ അതിലെല്ലാം താല്പര്യം അർപ്പിച്ചുകൊണ്ട് അങ്ങേപോലെ തന്നെ പ്രാചീന പരേസിന്റെ ജോലി ഇതെല്ലാം തന്നെയാണ്. ഭൗതിക ലോകങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനേക വർഷം എന്ത് ചെയ്തു? ഭൂമിയെ യജിച്ചു. ഭൂമിയിൽ പലതരം കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തു, പലതരത്തിലുള്ള കർമ്മങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചു. 12 പറയുകയാണ്, ആത്മീയ കാര്യങ്ങളിൽ അന്താളിച്ചു പോയ അവൻ. കാരണം ആത്മീയ കാര്യങ്ങളിലൊന്നും അവന് താല്പര്യമില്ല, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നതിന് അവന് താല്പര്യമില്ല. അവന് രാജ്യം ഭരിക്കണം, സുഖഭോഗ വസ്തുക്കളിൽ ആസക്തനായിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. കുടുംബപാലന വിഷയത്തിൽ, അതിന് കുടുംബം, മക്കളെ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ആസക്തനായിട്ട് ആത്മീയമായ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന കാര്യത്തിൽ ചിന്ത പോകാതെ ശ്രീലമ്പടന്മാർക്ക് ഇഷ്ടമില്ലാത്ത ആ പ്രായമേതോ, അതായത് ശ്രീലമ്പടന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട്, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശരീരസുഖത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്ത കാലം ഏതാണോ? എന്താണ് ഇഷ്ടമില്ലാത്ത കാലം? പ്രായമാകുന്ന കാലം. വയസ്സാകുമ്പോഴേക്ക് ശരീരം സൃഷ്ടിച്ചു പോകുമല്ലോ. അപ്പം ആ കാലം, അതാണ് ശ്രീലമ്പടന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാലം. നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു കാലം ഏതാണ്? ഇങ്ങനെ ശരീരം. അതുകൊണ്ടല്ലേ എപ്പോഴും എഴുന്നേറ്റാൽ കണ്ണാടിയിൽ നോക്കും, മുഖത്ത് വല്ല ചുളിയും വന്നിട്ടുണ്ടോ, ചുളിവ് വരുന്നുണ്ടോ. ശ്രീലമ്പടന്മാർക്ക് ഇഷ്ടമില്ലാത്ത ആ പ്രായമേതോ അത് വന്നു ചേർന്നു എന്ന് പറയുകയാണ്. അതായത് മനുഷ്യർക്ക് സംഭവിക്കുന്ന കാലങ്ങൾ, ഓരോ കാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കാലം വന്നു ചേർന്നു. എൻ്റെ 13 പറയാണ്, അക്കാലത്ത് ചാണ്ഡവേഗൻ എന്ന വിഖ്യാതനായ ഒരു ഗന്ധർവ രാജാവുണ്ടായിരുന്നു. ചണ്ഡവേഗൻ എന്ന് പറയുമ്പോൾ അത് സംവത്സരമായിട്ട് കാണും, ഒരു വർഷമായിട്ട് കാണും. അതായത് കാലം വന്നു എന്നാണ് പറയുന്നത്. കാലത്തെയാണ് ഇവിടെ, ഓരോ വർഷത്തെയാണ് ഇവിടെ ചണ്ഡവേഗൻ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തെയാണ് കൃഷ്ണനായിട്ടും രാമനായിട്ടല്ല അവതരിപ്പിച്ചത്. ഇവിടെ ഒരു വർഷത്തെയാണ് ചണ്ഡവേഗനായിട്ട് ചിത്രീകരിച്ചത്. ഇതൊന്നും യഥാർത്ഥ ജനിച്ച വ്യക്തികളായിട്ട് കാണരുത്. 4 യുഗങ്ങളുണ്ട്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആ കാലഘട്ടത്തിൻ്റെ പിന്നിലെ ശക്തി വിശേഷമായിട്ട്, ആ കാലം തന്നെയാണ് ആ ശക്തി വിശേഷം, ആ കാലഘട്ടത്തിൻ്റെ പിന്നിലെ ശക്തി വിശേഷം. അതിനെയാണ് പരശുരാമനും ശ്രീരാമനും. പരശുരാമൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഗോത്ര കാലഘട്ടം, ശ്രീരാമൻ എന്ന് പറയുന്നത് ആ കൊറോണൽസ കാലഘട്ടം. അതിൻ്റെ ശേഷം നമ്മളിന്ന് ജീവിക്കുന്നതാണ് കൃഷ്ണ കാലഘട്ടം, ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. പിന്നെ അവസാനം എല്ലാം കൂടിയിട്ട് നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാകും. അതാണ് കലിയുഗം എന്നെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തെയാണ് ചണ്ഡവേഗൻ എന്ന് പറയുന്നത്. അപ്പം ചണ്ഡവേഗനും അത് രാജാവാണ്. അദ്ദേഹത്തിന് 360 ഗന്ധർവന്മാരും ഉണ്ടായിരുന്നു, നല്ല ബലശാലികളായ. അത് രാത്രികളും ആയിരുന്നു. രാത്രികൾ എന്ന് പറയട്ടെ, പകല് എന്നായിട്ട് എടുക്കാം. പകലാണല്ലോ കഴിഞ്ഞു പോകുന്നത്, വർഷം കഴിഞ്ഞു പോകുന്നു, ഓരോ പകലും കഴിഞ്ഞു പോയിട്ട് രാത്രിയിലേക്ക് പോകുന്നു. അപ്പം വർഷത്തെ ചണ്ഡവേഗനായിട്ടും പകലിനെ ഗന്ധർവന്മാരായിട്ട്, അങ്ങനെ എത്ര ഗന്ധർവന്മാരുണ്ട്? 360 ദിവസങ്ങൾ. 365 കാലം, ചിലപ്പോൾ റൗണ്ട് ചെയ്തിട്ടാണ് പറയുക. അപ്പം 360 ഗന്ധർവന്മാരും അവരുടെ രാജാവായിട്ട് ചണ്ഡവേഗനും ഉണ്ടായിരുന്നു. എൻ്റെ 13 പറയാണ്,
13 14 പറയുകയാണ്, ഇവരോടൊപ്പം തന്നെ അത്രയും ഗന്ധർവ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേത് പകലാണെന്ന് പറഞ്ഞല്ലോ, രാത്രി എന്തായിത്തീരിക്കാം, ഗന്ധർവ സ്ത്രീകളായിട്ടെടുക്കാം. പക്ഷെ ഗന്ധർവ സ്ത്രീകളിൽ തന്നെ എന്തുണ്ട്, വെളുത്തവരുമുണ്ട് കറുത്തവരുമുണ്ട്. എന്തുകൊണ്ട്? വെളുത്ത വാവ് കറുത്ത വാവ്, ചിലത് കറുത്ത വാവുകളാണ്, മറ്റേത് വെളുത്ത വാവുകളാണ്. അപ്പം വെളുത്ത കാലഘട്ടമുണ്ട് കറുത്തതുമുണ്ട്. അങ്ങനെ അത്രയും ഗന്ധർവ സ്ത്രീകൾ വെളുത്തവരും കറുത്തവരുമായിട്ടുണ്ട്. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അവരെന്ത് ചെയ്ത്, ഇവരെല്ലാം കൂടിയിട്ട് മാറി മാറി, ഇത് മാറി മാറി വരും, രാത്രിയും പകലും മാറി വരും, വർഷം മാറി മാറി വരും. വെളുത്ത വാവും കറുത്ത വാവും എല്ലാം സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകളെല്ലാം വരും. അപ്പം ഇവിടെ ഗന്ധർവ സ്ത്രീകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത് ഈ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും എല്ലാം ആയിട്ടുള്ള രാത്രികളും. ഗന്ധർവന്മാർ എന്ന് പറഞ്ഞാൽ പകല്. നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ ബലങ്ങളെയാണ് ഇവിടെ ഗന്ധർവ സ്ത്രീകളായിട്ടെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലോ സ്ത്രീകളായിട്ട് രൂപത്തിൽ അവിടെ ഉണ്ട് എന്നാണ്. ഇതെല്ലാം ഈ സൂര്യൻ്റെ ചന്ദ്രൻ്റെ ബലങ്ങളായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ദിനരാത്രങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ഇവരെയെല്ലാം ഓരോ കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്തു, ഈ പുരിയിലേക്ക് കടന്നിട്ട് അവിടുത്തെ സൗഭാഗ്യങ്ങളെല്ലാം കവർന്നു കൊണ്ടുപോയി. ഇവിടെ പുരി എന്ന് പറയുന്നത് എന്താണ്, ശരീരമാണ്. അപ്പൊ ഈ ശരീരത്തിലെ സൗഭാഗ്യങ്ങളെയാണ് അടിച്ചെടുത്ത് കൊണ്ടുപോയത്. പുരഞ്ജന ജീവാത്മാവും അതിൻ്റെ ഭാര്യയാണ് ഈ ശരീരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ സൗഭാഗ്യങ്ങൾ എല്ലാം അടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ശരീരം ചുക്കിച്ചൊളിയാൻ തുടങ്ങി എന്നർത്ഥം. അതിൻ്റെ തിളക്കവും പ്രസരിപ്പും എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. എങ്ങനെ? ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും, ഓരോ കറുത്ത വാവിലെ ദിവസങ്ങളും വെളുത്ത വാവിലെ ദിവസങ്ങളും രാത്രികളും, കറുത്ത വാവിലെ രാത്രികളും വെളുത്ത വാവിലെ രാത്രികളും എല്ലാം കഴിയുന്നതനുസരിച്ച് ഗന്ധർവന്മാരും ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും ഇവരെല്ലാം മാറി മാറി ഇങ്ങനെ വന്നു. അതായത് ദിവസങ്ങളും മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതനുസരിച്ച് എന്ത് പറ്റി, അവരെല്ലാം കയറിയിട്ട് ഈ ശരീരത്തിലുള്ള ഈ പുരിയിലെ സൗഭാഗ്യങ്ങളെല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോയി എന്ന് കഥരൂപത്തിൽ കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ 15 പറയുകയാണ്, ചണ്ഡവേഗന്റെ അനുചരന്മാരായ ഈ അപ്സരസുകൾ, അതായത് ദിനരാത്രങ്ങൾ, വർഷങ്ങൾ പുരഞ്ജനപുരിയെ ആക്രമിച്ചിട്ട് നശിപ്പിക്കാൻ നോക്കിയ എല്ലാ സൗഭാഗ്യങ്ങൾ അടിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഈ 5 തലയുള്ള സർപ്പം മാത്രമാണ് അതിനെ തടുത്തു നിന്നത്. എന്താണ് 5 തലയുള്ള സർപ്പം? 5 പ്രാണങ്ങൾ. നമ്മിലെ 5 പ്രാണങ്ങൾ നാഡിയിലൂടെ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ സൗന്ദര്യത്തെ, നമ്മളെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ശക്തികൾ. അതുകൊണ്ടാണ് യോഗയിലൂടെ, ബ്രീത്തിങ് എക്സസൈസിലൂടെ പ്രാണനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. പ്രാണനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ, ബ്രീത്തിങ് എക്സസൈസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നതിന് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. മുഖ്യമായ 5 പ്രാണൻ, അപാനൻ എന്നെല്ലാം പറയുന്ന 5 പ്രധാനപ്പെട്ട പ്രാണൻ നമ്മളെ നാഡികളിലൂടെയാണ് ഒഴുകുന്നത്. അതാണ് നമ്മൾ യോഗാഭ്യാസത്തിലൂടെയും ബ്രീത്തിങ് എക്സസൈസിലൂടെയെല്ലാം നമ്മൾ പ്രാണനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ പഠിക്കുന്നത്. ബ്രീത്തിങ് എക്സസൈസിലൂടെയെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം സൃഷ്ടിക്ക് പ്രായമാകുന്നത് ഒരു പരിധി വരെ തടുത്തു വെക്കുവാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ പ്രാണനാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവന്മാരെല്ലാം, ഗന്ധർവന്മാരും എല്ലാം അടിച്ചു കൊണ്ടുപോകുന്നത്, തടുത്ത് വെച്ചത്. എൻ്റെ 16 പറയുന്നു, അവർ ഗന്ധർവന്മാരോട് ഏകദേശം 100 വർഷത്തോളം പൊരുതി നിന്നു എന്നാണ്. ഒരാളുടെ ആയുസ് 100 വർഷം എന്ന നിലയിൽ പറയുകയാണ്. മരിക്കുന്നത് വരെ അവൻ പൊരുതി നിൽക്കുകയാണ്. പക്ഷേ കാലം അതിനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്.
നമ്മളെ പ്രാണങ്ങളാണ് അതിനെ തടുത്തു നിർത്താൻ സഹായിക്കുന്നത്. അങ്ങനെ പനേടിൽ ഓരോരുത്തരായി പടവെട്ടിയിരുന്ന തൻ്റെ സഹായികൾ തളർന്നു പോയപ്പോൾ ദുഃഖിതനായ രാജാവ് ദേശവും രാജ്യവും വലിയ മനോവിഷമത്തിലാകപ്പെട്ടതായിട്ട് കണ്ടു. അപ്പം തൻ്റെ പടയാളികൾ, നമ്മളിലുള്ള ഈ ജീവാത്മാവ് പ്രാണനുകൾ അതിനോട് പൊരുതി അവരെ തോക്കുകയാണ്. ദിവസവും മറ്റവർ ശക്തി പ്രാപിച്ച് ആക്രമിക്കുകയാണ്. കാലവും ദിനരാത്രങ്ങളുമെല്ലാം ഗന്ധർവന്മാരും ഗന്ധർവശ്രീകളും കൂടി സൗഭാഗ്യം അടുത്ത് നോക്കാൻ പോകുമ്പോൾ ഇവന്മാർ പൊരുതി ഓരോ ദിവസം കഴിയുമ്പോൾ ക്ഷയിക്കുമ്പോൾ രാജാവിനെന്ത് തോന്നി? തൻ്റെ ദേശവും രാജ്യവും വലിയ മനോവിഷമത്തിലകപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ആർക്ക്? പുരഞ്ജനന്. തൻ്റെ ദേശം എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെ വല്ലാതെ കഷ്ടത്തിൽ അനുഭവപ്പെട്ടതായിട്ട് രാജാവിന് ബോധ്യമായി. അതായത് പ്രായം ചെല്ലുമ്പോൾ രാജാവിന് ബോധ്യം, അയ്യോ ഞാൻ അതല്ലേ ഇടക്കിടക്ക് കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന പ്രായം ആയിപ്പോയോ എന്ന്. എൻ്റെ 18 പറയുകയാണ്, അവൻ പാഞ്ചാല രാജ്യത്തിൻ്റെ നഗരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, അതായത് ആ ജീവാത്മാവ് ശരീരത്തിൽ തന്നെയാണ് അവൻ ഇരിക്കുന്നത്. ആ ശരീരം വിട്ടു പോകുന്നില്ല. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് മധുപാനം ചെയ്തും സ്ത്രീ വിഷയങ്ങളിൽ വശംവദനായും, അതിൽ കുറവൊന്നും ഉണ്ടാവുന്നില്ല. എന്നിട്ടോ ആ പുരിയിൽ ആക്രമങ്ങൾ ഇങ്ങനെ കാലം അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷെ അതൊന്നും അവൻ ചിന്തിക്കാതെ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം. ഒടുവിൽ അവസാനം ഈ 5 പ്രാണങ്ങളെ ഈ സർപ്പം തോൽക്കും, അപ്പോഴാണ് മരിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ, മരണഭയത്തെ പോലും ചിന്തിക്കാതെ അവനങ്ങനെ ആ ശരീരത്തിൽ തന്നെ മധുപാനം ചെയ്തു സുഖലോക വസ്തുക്കളിലെല്ലാം ഭ്രമിച്ചുകൊണ്ടും അതിൽ ലയിച്ചുകൊണ്ടും അവനങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി. എൻ്റെ 19 പറയാണ്, പ്രാചീന വർഗീസോടാണ് പറയുന്നത്. നിന്റെയും അവസ്ഥ ഒരു കാലെങ്കിൽ തന്നെയാവുമെന്ന് പറയാൻ വേണ്ടി ഈ ഒരു കഥ എടുത്തുകൊണ്ട് അവനിലെ ആ ജീവാത്മാവിനെ, അവൻ്റെ ശരീരമാകുന്ന ആ ഭാര്യയെയും രണ്ടിനെയും 2 കഥാപാത്രങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് പുരഞ്ജനനും പുരഞ്ജനിയും ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കഥയിലൂടെ അവൻ്റെ അവസ്ഥ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? അതുകൊണ്ട് പ്രാചീന പരിസേ കാലത്തിൻ്റെ ഒരു മകളുണ്ട്. കാലത്തിൻ്റെ മകളായ ഒരുവളുണ്ടായിരുന്നു. കാലത്തിന് ഒരു മകളുണ്ട് എന്ന് പറയുകയാണ്. അവൾ കാമുകനെ തേടി നടക്കുകയാണ്. കാലത്തിൻ്റെ മകള് ഒരു കാമുകനെ തേടി നടക്കുകയാണ്. 3 ലോകത്തിലും അവള് സഞ്ചരിച്ചു, പക്ഷെ ആരും അവളെ സ്വീകരിച്ചില്ല. അപ്പം കാലത്തിൻ്റെ മകള് ഒരു കാമുകനെ അന്വേഷിച്ച് നടക്കുകയാണ്. 3 ലോകത്തിലും ചുറ്റി നടക്കുകയായിരുന്നു. അവളെ ആരും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ മകൾ എന്താണ്? ജരാനരയാണ്. ഈ നര സ്വീകരിക്കാൻ ഒരു പുരുഷനും തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? കർപ്പിക്കുന്നത്. നര ഇഷ്ടമല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? കർപ്പിക്കും. അവളെ സ്വീകരിക്കാൻ ആരും തയ്യാറില്ല. കാലത്തിൻ്റെ മകളാണ് നര. അവക്കൊരു കാമുകനെ വേണം, പക്ഷെ ആരും സ്വീകരിക്കാൻ തയ്യാറില്ല. ഉള്ള കൂടിയും വെളുപ്പിക്കും. അവൾ ദൗർഭാഗ്യം മൂലം അവൾ എന്താണ് പേരിലാണ് അറിയപ്പെടുന്നത്? ദുർഭഗ എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. കാരണം അവളെ സ്വീകരിക്കാൻ ആരും, ഈ ജരാനര സ്വീകരിക്കാൻ ആരും, കാലത്തിൻ്റെ മകളായ അല്ലെങ്കിൽ കാലത്തോടൊപ്പം വരുന്ന ഈ ജരാനര അതിനെ മകളായിട്ട് ചിത്രീകരിച്ചു കഥയായിട്ട്. അവളെയാണ് ദുർഭഗ എന്നൊരു പേരും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയാണ്. നമ്മളുള്ള ഈ നരേനെ തന്നെയാണ് ഇവിടെ ഓരോ കഥാപാത്രമായിട്ട് പോകുന്നത്. അപ്പം പുരാണ കഥകളിലെല്ലാം
ഇങ്ങനെ ഓരോ വിഷയത്തെ കഥാപാത്രമായി ചിത്രീകരിച്ച യഥാർത്ഥ ഇതൊന്നും ജീവിച്ചിരിക്കുന്ന പെൺമക്കളോ ഒന്നുമല്ല. കാലം എന്ന ഒരു വ്യക്തിയൊന്നുമില്ല, കാലത്തിൻ്റെ മകളൊന്നുമല്ല ഇത്. അത് നമ്മൾ പ്രത്യേകം എല്ലായിടത്തും ചിന്തിക്കണം. ഇത് രാമനായാലും കൃഷ്ണനായാലും ഇവിടെ എല്ലാം ഇത് ബാധകമാണ്. എന്നിട്ട് അവള് ദുർഭഗ എന്ന പേരിൽ അനുഭവിക്കുന്നു. അവള് ദുർഭാഗ്യം, അവൾക്ക് ദൗർഭാഗ്യം ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. ആരെയും അവളെ സ്വീകരിക്കാൻ ഒരു കാമുകന്മാർക്കോ അവളെ വേണ്ട. എന്നാൽ അവളെ രാജാവായ പുരു വരിച്ചിട്ടുണ്ട്. അപ്പം പണ്ടൊരു കാലത്ത് വേറൊരു കഥയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പുരു ഇവളെ സ്വീകരിച്ചിട്ടുണ്ട്, വാർദ്ധക്യം സ്വീകരിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? അച്ഛനെ വേണ്ടി. അത് വേറൊരു കഥ എവിടെ. അതുകൊണ്ട് അവൾ സന്തോഷിച്ചിട്ട് വരവും നൽകിയിട്ടുണ്ട് എന്നെല്ലാം. അതിൻ്റെ ഫലമായിട്ട് വരം കിട്ടിയിട്ടുണ്ട്. അത് സ്വീകരിച്ചാക്ക് വരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആര് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ ശരിയല്ലല്ലോ. വേറെ ഏതോ കഥയിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരു പുരു എന്നവൻ ഈ വാർദ്ധക്യത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇവിടെ എടുത്തു പറയുകയാണ്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ആരും ചോദിച്ച് കളയരുത്. ആരും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഇന്ന കഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് 21 എന്ന് പറയാന്ന്, എങ്ങും ചുറ്റി നടക്കുന്ന അവൾ ഒരിക്കൽ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ നാഷ്ടികനാണെന്ന് അറിഞ്ഞിട്ടുകൂടി വരിക്കുകയുണ്ടായി. എന്നെയും വരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. നാഷ്ടിക ബ്രഹ്മചാരിയായ എന്നെയും അവൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ആ നര ബാധിക്കാതെ ഒരാൾക്കും അതിൽ നിന്ന് മോചനമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതും പറയുന്നത്. നാരദനാണല്ലോ പറഞ്ഞു കൊടുക്കുന്ന കഥ. അപ്പം നാരദൻ പറയാണ്, എന്നെയും ഒരു കാലത്ത് ഇത് ബാധിച്ചിട്ടുണ്ട്. അതായത് കാലം എല്ലാവരിലും ഈ പ്രായം ഉണ്ടാക്കും. അത് ബ്രഹ്മചാരിയായാലും വേണ്ടിയില്ല, ഇപ്പൊ സന്യാസത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും എന്ത് ബാധിക്കും? ഈ നര ബാധിക്കും. അതൊരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ചപ്പോൾ നമ്മൾ സന്യാസത്തിൽ പോവുകയാണ്. സന്യാസി അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോവുകയാണ്. പ്രായം കൂടി കൂടി വരുമ്പോൾ നര വരും. അപ്പൊ ഈ പെണ്ണിനെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളൊരു ആശയക്കുഴപ്പം അവിടെ വരും. ഇവിടെ സ്വീകരിച്ചല്ലോ, കാലത്തിന്റെ മകളെ അല്ല. അപ്പൊ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നതിന് നീ എങ്ങനെ അവളെ സ്വീകരിച്ച് നിനക്കെങ്ങനെ നര വന്നു എന്നെല്ലാം ചോദിച്ചു കളയുന്നതിന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതെല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്നത്. കാരണം പറയുമ്പോഴും പിന്നെ ആരും കിടക്കേറിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവർ ഈ ജര പിടിക്കുന്നുണ്ടല്ലോ. ഈ ഭൗതിക സുഖങ്ങളിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവർക്കും ജര വരുമല്ലോ, നര വരുമല്ലോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വേണ്ടേ? അപ്പൊ ഇവളെല്ലാം ചിലവരെല്ലാം സ്വീകരിക്കുന്നുണ്ട്, അത് ഇന്നാക്കുന്നൊന്നുമില്ല. പക്ഷെ പൊതുവെ ആർക്കും ഇവളെ വേണ്ട. ആരും ഒരു കാമുകനും അവളെ സ്വീകരിക്കാൻ പൊതുവെ തയ്യാറില്ല എന്ന നിലയിൽ എടുത്താൽ മതി. അപ്പോൾ 22 പറയുകയാണ്, എന്നാലും നാരദമുനി അതില് വീണിട്ടില്ല. അവള് വരിച്ചു. അവള് നാരദമുനിനെ വരിക്കാനും വന്നു. വരിച്ചു എന്ന് പറയുമ്പോഴും ഇദ്ദേഹം എന്ത് ചെയ്തില്ല, അതിനെ വഴങ്ങിക്കൊടുത്തില്ല. അവള് വരിക്കാൻ വേണ്ടിയിട്ട് നാരദന്റെ അടുത്തേക്കും വന്നു. പക്ഷേ വരിക്കാൻ അദ്ദേഹം വഴങ്ങിക്കൊടുത്തിട്ടില്ല. അതിന് നേരത്തെ ഞാൻ പറഞ്ഞത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന വയസ്സായ ആൾക്കാർക്കും ജരാനര വരും, ഇതെല്ലാവരെയും ബാധിക്കും. പക്ഷേ ഇവിടെ നാരദ മുനിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പറയുകയാണ്. അതിലൂടെ വേറൊരു വിഷയത്തിലേക്ക്, നാരദന്റെ പ്രത്യേകതയിലേക്ക്. നാരദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന ശക്തി വിശേഷമാണ്. അത് എല്ലാ ലോകം മുഴുവനുള്ള എല്ലാം, ബ്രഹ്മാവിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും എല്ലാത്തിനെയും കുത്തി അവിടെ പോയിട്ട് അതാത് സമയങ്ങളിൽ പ്രേരിപ്പിച്ചു വിടുന്നത് ഈ നാരദനാണ്. അപ്പം ലോകം മുഴുവൻ എത്തുന്ന ഒരു സംഗതിയാണ് ഈ നാരദൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനെ ഇതും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പറച്ചിൽ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, വഴങ്ങാതെ നിന്ന എന്നെ ദേഷ്യം വന്നിട്ട് അവൾ ശപിച്ചു എന്ന് പറയുകയാണ്. എന്താണ് ശപിച്ചത്? ഒരിടത്തും നിൽക്കാൻ പറ്റാത്തവനായി തീരട്ടെ, എനിക്കൊരുത്തിയിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിലായിക്കോട്ടെ എന്ന് ശപിച്ചു. അപ്പം നാരദന്റെ വേറൊരു സ്വഭാവം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് നാരദന്റെ
നാരദൻ എപ്പോഴും ചുരുക്കോടുകൂടി നല്ല ചുരപ്പുള്ളവനാണ് നാരദൻ. അന്ന് പണ്ട് പ്രപഞ്ചം ഉണ്ടാകുന്ന മുതൽ ഇന്ന് വരെ നാരദന് പ്രായമൊന്നും ഉണ്ടാകുന്നില്ല. വളരെ ആക്റ്റീവാണ്, എല്ലാ സ്ഥലത്തും കയറി ചെല്ലും. കാരണം ഇപ്പം എൻ്റെ മനസ്സിൽ ഒന്ന് കുത്തി ഒരു സമയത്ത് ഈ വെറുതെ ഇരിക്കുമ്പോൾ പറയാ നീ പോയിട്ട് അത് ചെയ്യുന്നു കുത്തി ഇളക്കി വിടും. അതേ സമയത്ത് വേറൊരാളെ മനസ്സിൽ പോയിട്ട് അവിടെയും കുത്തി ഇളക്കി വിടും. അതേസമയം വിഷ്ണു മഹേശ്വരന്മാരുടെ ഇടക്കെല്ലാം പോയിട്ട് അവരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിക്കുന്ന ജോലി ആർക്കാണ്? ഈ നാരദനാണ്. ഓരോ കർമ്മങ്ങൾ തുടങ്ങേണ്ട സമയത്ത് കുത്തി ഇളക്കി വിടുന്ന ആ ശക്തി വിശേഷത്തെയാണ് നാരദൻ എന്ന് പറയുന്നത്. അതപ്പോൾ എല്ലായിടത്തും ലോകം മുഴുവൻ കറങ്ങിയില്ലേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും നിന്ന് കുറച്ചേരം നിൽക്കാനുള്ള സാവകാശം നാരദന് കിട്ടുന്നില്ല. അങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഈ ശാപം കൊണ്ടാണ്. എന്തുകൊണ്ട്? നാരദന് മാത്രം ഈ ജരാനര ബാധിക്കുന്നില്ല, അതായത് പ്രായമാകുന്നില്ല. അത് സൃഷ്ടിയുള്ള കാലത്തോട്ട് ലോകാവസാനം വരെ അത് വളരെ ആക്റ്റീവാണ്. ഇനി 23 എന്നാലും നാരദനൊരു ഗുണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? 23 നിലച്ചത് നേടാനാവാത്തത് കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന അവൾക്ക് നാരദനെയും ഭർത്താവായിട്ട് വേണമായിരുന്നു. പക്ഷേ നാരദൻ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെ ശപിച്ചിട്ട് വന്നാൽ ആ പ്രശ്നം തീരുമില്ലല്ലോ. എന്നിട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ നാരദന് ഉപദേശിച്ചു കൊടുത്തു, ഒരു സംഗതിയുണ്ട്, ഭയം എന്ന ഒരു രാജാവുണ്ട്. ഭയം എന്ന ഒരു യവന രാജാവുണ്ട്. അദ്ദേഹത്തെ പോയി ചെന്ന് കണ്ടാൽ അദ്ദേഹം കെട്ടിക്കോളെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു കൊടുത്തു. അപ്പം ഭയത്തിൻ്റെ ഭാര്യയാണ് ജരാനര. അപ്പം നമുക്ക് ഭയമുണ്ടാവുന്നുണ്ട്, പ്രായമാകുന്നുണ്ട്. ആ ഭയം എല്ലാം ദ്വയമാണല്ലോ. അപ്പം ഭയത്തിൻ്റെ ദ്വയമാണ് ആര്? ഈ കാലകന്യക, കാലത്തിൻ്റെ മകള്, അല്ലെങ്കിൽ ജരാനര. ഇനി 24 എന്നിട്ട് അവള് 24 പറയുകയാണ്, യവന രാജാവിൻ്റെ അടുത്ത്, ഭയത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വീര എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് പറയുകയാണ്, യവനന്മാരുടെ പ്രമുഖനായ അങ്ങയെ ഞാൻ ഭരിക്കുകയാണ്, ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ്. എല്ലാ ജനങ്ങളും അങ്ങയുടെ അധീനതയിലാണ് ഉള്ളത്. അപ്പം എല്ലാവരും അങ്ങയുടെ അധീനതയിലായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അങ്ങയുടെ ഇഷ്ടപ്രകാരം തന്നെ ജരാനര പിടികൊട്ടിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. കാരണം ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ എല്ലാ പ്രജകളും ഇന്നലെ ജീവജാലങ്ങളെല്ലാം അങ്ങയുടെ അധീനതയിലാണ് അവരെല്ലാം ഉള്ളത്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം അതിലൂടെ തന്നെ ഞാൻ നിറവേറ്റി കൊടുക്കും എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ജരാനര ബാധിക്കും എന്നുള്ളൊരു തത്വമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. 25 പറയുകയാണ്, യാതൊന്ന് ലോകദൃഷ്ടിയാലും ശാസ്ത്രദൃഷ്ടിയാലും ഗ്രാഹ്യത്വേന സംപ്രാപ്തമാണോ, അതായത് ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വീക്ഷിച്ചു കഴിഞ്ഞാലും, ഇനി ലോകത്തിലുള്ള സംഭവവികാസ ബുദ്ധിയൊന്നും വേണ്ട, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പൊതുവെ വീക്ഷിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം എന്താണ്? കാലം കഴിയുമ്പോൾ നമ്മൾ പ്രായം ഉണ്ടാകും. ഒരു സത്യമാണ്. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വയസ്സന്മാരാകും, മുടിയെല്ലാം നരക്കും. എല്ലാ വെറുതെ ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാലും ഈ സത്യം മനസ്സിലാകും. ഇത് മനസ്സിലാക്കാതെ, നമുക്ക് പ്രായമാകുമെന്ന സത്യം മനസ്സിലാക്കാതെ ആരുള്ളാണ്, അതായത് കാലം കഴിയുമ്പോൾ കാലത്തിൻ്റെ പുത്രി കയറിയിട്ട് പിടിക്കുന്നു, മുടിയെല്ലാം നരക്കാൻ തുടങ്ങും. അത് അനുഭവത്തിൽ നിന്നും ബുദ്ധി ഉപയോഗിച്ചും എല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ആരും അവരെ
അത് അംഗീകരിക്കാൻ തയ്യാറാതെ എനിക്ക് പ്രായമാവില്ല എന്ന ചിന്തയില്ലാതെ നടക്കുന്നവര് വലിയ പിടിവാശിക്കാരാണെന്ന് പറയുകയാണ്. അവർക്ക് വലിയ പിടിവാശിയാണ്. ഞാനെപ്പോഴും ഇതേമാതിരി തന്നെ ഉണ്ടാവും. എൻ്റെ വർഷം കഴിയുന്നതനുസരിച്ച് എൻ്റെ യൗവനമൊന്നും നഷ്ടപ്പെടില്ല, ഞാനിങ്ങനെ ഇതേ മുടിയെല്ലാം കറുപ്പിച്ച് ഇങ്ങനെ നിൽക്കും എന്ന് ഭൂരിപക്ഷം പേരും ആക്കത്തരക്കാരാണ്. അവരെല്ലാം എന്താണ്? വലിയ പിടിവാശിക്കാരാണ്. എന്നാലും ചിലർ മാത്രം, അതായത് സജ്ജനങ്ങൾ മാത്രം ഈ സത്യം മനസ്സിലാക്കിയിട്ട് അവരെക്കുറിച്ച് അനുശോചിക്കാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ മാത്രമാണ് ഈ സത്യം തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ട് ഇവരെല്ലാം അഹങ്കരിക്കുമ്പം ചിന്തിക്കും, ഇതെല്ലാം എത്ര കാലത്തേക്കാണ് ഉള്ളത്. എന്നാലും ചിലരെങ്കിലും എന്തു ചെയ്യും? അവരെപ്പറ്റി, ഈ അഹങ്കരിക്കുന്നവരെ പറ്റി അനുശോചിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കാലകന്യക ഈ മൃത്യുവിനോട് ഭയം എന്ന് പറയുന്നത് മൃത്യുവായിട്ടും കാണണം. ഭയം എന്ന് പറയുന്നത് മൃത്യുവിനെയാണ് നമ്മൾ ഭയക്കുന്നത്. മൃത്യു തന്നെയാണ്, ഭയത്തെയാണ് ഇവിടെ പോയി ഭർത്താവായി സ്വീകരിക്കുന്നത്. എന്ത് ഭയം? ഏത് ഭയമാണ്? മൃത്യുയുടെ ഭയം. അത് മൃത്യു എന്ന് തന്നെ പറയാം. അപ്പൊ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ എന്നെ സ്വീകരിക്കുക. എനിക്ക് വേറെ കാമുകന്മാരെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നൊന്നുമില്ല, അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കുക. കാരണം ദീനന്മാരോട് ദയ കാണിക്കുക എന്നതാണ് പുരുഷന്മാരുടെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുകയാണ്. ആരെങ്കിലും ദീനന്മാരായിട്ട് സമീപിക്കുമ്പോൾ ദയ കാണിച്ചിട്ട് അത് പുരുഷന്റെ ധർമ്മമാണ്. അതുകൊണ്ട് നീയെങ്കിലും, ഈ ഭയം അഥവാ മൃത്യുവായ നീയെങ്കിലും എന്നോട് ദയ തോന്നിയിട്ട്, കാരണം ആരും ഭർത്താവായിട്ട് കിട്ടാനില്ല, കാമുകന്മാരായിട്ട് കിട്ടാനില്ല, അതുകൊണ്ട് നീയെങ്കിലും എന്നെ സ്വീകരിച്ചിട്ട് എൻ്റെ ഭർത്താവായിട്ട് നീ എന്നെ സ്വീകരിക്കണം എന്ന് പറയുകയാണ്. ഇവൻ ഭാര്യയായിട്ട്. അപ്പം ഇവളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. കാരണം അത് പുരുഷന്റെ ധർമ്മമാണ് എന്ന് പറയാണ്. ദീനന്മാർ വന്ന് എന്തൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കുക പുരുഷന്റെ ധർമ്മമാണ്. ആ ധർമ്മം ചിന്തിച്ചുകൊണ്ട് നീ എന്നെ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ 27 കാലകന്യക ചൊന്നത് കേട്ട് ഈശ്വര നിശ്ചയമായ കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, അത് ഈശ്വര നിശ്ചയമാണ്. മൃത്യു എല്ലാം ഭയം, മനുഷ്യൻ ഭയക്കുന്നത് ജരാനരയാണ്. അതുകൊണ്ട് തന്നെ ഭയക്കുന്നത് മൃത്യുവിനാണ്. അതുകൊണ്ട് തന്നെ മൃത്യുവേല ഭയത്തിൻ്റെ ഭാര്യയാണ് കാലകന്യകയാവുന്ന ഈ ജരാനരയുണ്ടാക്കുന്ന ആ ശക്തിവിശേഷം അവൾ. അത് ഈശ്വര നിശ്ചയമാണ്. അത് രണ്ടും ഒന്നിച്ചേ പോവുകയുള്ളൂ. അപ്പം അത് ചെയ്യേണ്ട ധർമ്മം തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പുഞ്ചിരിയോടുകൂടി അവളോട് പറഞ്ഞു. അവൻ പറയുകയാണ്, ഞാൻ ദീർഘദൃഷ്ടിയോടുകൂടി മനസ്സിലാക്കുകയാണ്, നീ ആണ് എനിക്ക് വിധിക്കപ്പെട്ട ഭാര്യ. അപ്പം നിന്റെ ഭർത്താവായി ഇരിക്കാനുള്ള ഞാൻ തന്നെയാണ് നിന്റെ ഭർത്താവായിട്ട് ഇരിക്കേണ്ടത്. അത് കാലത്തിൻ്റെ നിശ്ചയമാണ്. ഞാനത് യോഗദൃഷ്ടിയിലൂടെ തന്നെ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ലോകം അശുഭകാരിയായിട്ട് കാണുന്ന നിന്നെ, പക്ഷെ ഈ ലോകം നിന്നെ എങ്ങനെയാണ് കാണുക? അശുഭകാരിയായിട്ടാണ് കാണുക. അതേസമയം ആർക്കും നിന്നെ ഇഷ്ടപ്പെടുകയും ഇല്ല. നിന്നെ അശുഭകാരിയായിട്ട് ലോകം കാണും, ആർക്കും നിന്നെ ഇഷ്ടപ്പെടുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ആരും നിന്നെ അഭിനന്ദിക്കാനും പോകുന്നില്ല. ഇനി 29. അതുകൊണ്ട് നിന്നെ അപ്പം ആരും ഇഷ്ടപ്പെടില്ല, നിന്നെ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. നീ എൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ ഭാര്യയായിട്ട് നിന്നോളൂ. പക്ഷേ എൻ്റെ കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ജനങ്ങളും അങ്ങയുടെ കീഴിലാണ് വന്ന് നിൽക്കുന്നത്. കാരണം അവസാന കാലം എല്ലാവരും ഇവരുടെ പിന്നിൽ തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നതെങ്കിലും
ആ ജനങ്ങളൊന്നും തന്നെ നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്ത് വേണം? അലക്ഷിതഗതിയായി സമസ്ത ജനത്തെയും ബലാത്കാരേണ അനുഭവിച്ചു കൊള്ളുക. അപ്പം നീ എന്ത് വേണം? നീ ബലം പ്രയോഗിച്ചിട്ട് എൻ്റെ കീഴിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളെയും ബലം പ്രയോഗിച്ചിട്ട് അവരെ അനുഭവിക്കണം. ബലം പ്രയോഗിച്ചിട്ട് വേണം നീ വയസ്സാം കാലത്ത് അവരിൽ കയറിയിട്ട് ജരാനരയെല്ലാം ഉണ്ടാക്കാൻ. അങ്ങോട്ട് കയറി അങ്ങ് പ്രേമിച്ചോളണം, അങ്ങോട്ട് കയറി പിടിച്ചോളണം. എന്നിട്ട് ജരാനരയെല്ലാം കയറി, അതല്ലേ ജരാനര ബാധിച്ചു എന്നെല്ലാം പറയുന്നത്. അവള് കയറി അങ്ങ് ബലാത്കാരേണ, നിന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആരും സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ അങ്ങോട്ട് ബലാത്കാരേണ കയറി പിടിച്ചോളുക. അപ്പം മുടിയെല്ലാം വെളുത്ത് വരും. അപ്പം ബലം പ്രയോഗിച്ചിട്ട് നമ്മൾ കർപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ട് എൻ്റെ സേനയോടൊത്ത് ചെന്ന് പ്രജാനാശത്തെ വരുത്തുക. എന്നിട്ട് നീ എൻ്റെ സേനയും കൂട്ടി പോയിക്കോ. എന്നിട്ട് അവരെയെല്ലാം ഇങ്ങ് നശിപ്പിച്ചോ. അവർ എതിർക്കുന്നതാണെങ്കിൽ ഇങ്ങ് നശിപ്പിച്ചാളാം. ഇനി 30. എന്നിട്ട് ഇവിടെ 30 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്രജ്വരൻ എന്നവൻ എൻ്റെ സഹോദരനാണ്. പ്രജ്വരൻ, ജ്വരം എന്നാൽ പനി. അപ്പം വയസ്സാം കാലത്ത് പനിയും പിടിപെടും. വയസ്സാം കാലത്താണല്ല പനിയെല്ലാം പിടിപെടുക, ജ്വരങ്ങൾ പിടിപെടുക. വയസ്സാം കാലത്ത് പനിയും പലതരം രോഗങ്ങളും കയറി വരുമല്ലോ വയസ്സാം കാലത്ത്. അതിനാണ് പ്രജ്വരൻ എന്നവൻ. അവനെന്താണ്? എൻ്റെ സഹോദരനാണ്. ആര് പറയുന്നു? വൃത്തിയും അല്ലെങ്കിൽ ഈ ഭയ എന്നവൻ എന്ത് പറയുകയാണ്? ഇതെൻ്റെ സഹോദരനാണ്. അതായത് വയസ്സാം കാലത്ത് ജ്വരങ്ങളും കയറി പിടിക്കും. അപ്പം അത് സഹോദരനാണ്. നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ സഹോദരിയായിട്ടും വാണുകൊള്ളുക. അപ്പം നീ കയറിയിട്ട് നരയായിട്ട് ബാധിക്കുമ്പോൾ, നര ബാധിക്കുന്ന നേരത്തിൽ കയറി ബാധിക്കുമ്പോൾ നിന്നെ ഞാൻ സഹോദരിയായിട്ടും നീ സഹോദരിയായിട്ടും നിന്നുകൊള്ളുക. എന്നിട്ട് ഇവന്മാരെയെല്ലാം കയറി ബലാത്കാരേണ നീ അങ്ങ്, അവരൊന്നും നിന്നെ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല, നീ ബലാത്കാരേണ കയറിയിട്ട് അവിടെ അങ്ങ് പ്രാപിച്ചുകൊള്ളുക. എന്നിട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സൈനികരെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇരുവരും കൂടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഭീകര സേനയോടുകൂടി ഈ ലോകത്തിൽ സഞ്ചരിക്കാം. ഞാനും ഇവിടെ വലിയ സേനയോടുകൂടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ ഞാനും സഞ്ചരിക്കാമെന്ന് ഇത് പറയുകയാണ് മൃത്യുഭയ. ഞാനും വരാം ലോകത്തിൽ നിങ്ങളെ കൂടെ. നമുക്കെല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് മനുഷ്യനെ ഈ വർഷങ്ങൾ കഴിഞ്ഞ് കുറേ അങ്ങോട്ടെത്തുമ്പോൾ പ്രായമാകുമ്പോൾ കയറി ഒന്നിച്ച് അറ്റാക്ക് ചെയ്ത് പനിയും പിടിപ്പിച്ച് പലതരം ജ്വരങ്ങളും ഉണ്ടാക്കിയിട്ട് രോഗങ്ങൾ പിടിപ്പിച്ച് ഇവളതിൻ്റെ ഇടയ്ക്ക് നരയും ഉണ്ടാക്കി വിടും. അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഈ സേനകളോട് കൂടി ഒന്നിച്ചങ്ങ് അറ്റാക്ക് ചെയ്യാം എന്ന് പറയുകയാണ്. ഏത് പുരി? എന്നിട്ട് ഈ പുരിയെ, അതായത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുരിയുണ്ടല്ലോ, ഈ ശരീരം. പുരഞ്ജനൻ എന്ന ജീവാത്മാവ് പണ്ട് കണ്ടെത്തിയ ഒരു ശരീരമുണ്ടല്ലോ, അതെല്ലാം ഡെവലപ്പായിട്ട് ഇങ്ങനെ വികസിച്ച് വന്നത്, ഭാര്യയായി പുരഞ്ജനിയായിട്ട് ചിത്രീകരിച്ചത്. അതിൻ്റെ അകത്താണല്ലോ ഭാര്യയായിട്ടുള്ള ആ സൗഭാഗ്യത്തെ എല്ലാം ഭാര്യയായിട്ടെടുക്കാം, ആ ശരീരത്തെ പുരിയായിട്ടെടുക്കാം. ആ പുരി എന്ത് ചെയ്യും? വയസ്സാകുമ്പോൾ ഇവന്മാരെല്ലാം കാലമാകുന്ന ഈ ശക്തികൾ മൃത്യുഭയം എല്ലാം കൂടി നരയെല്ലാം ബാധിപ്പിച്ച് പലതരം ജ്വരങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട് അവസാനം ഈ പുരിയെ മുഴുവൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യാണ്? ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്.